الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما وبحق صلى الله عليك يا محمد صلى الله عليه وسلم. ഏറെ സ്നേഹാദരവ് നിറഞ്ഞ തിരുവനന്തപുരം സിറ്റിയുടെ മഹത്തായ ഈ ജുമാ മസ്ജിദിൻ്റെ ഭാരവാഹികൾ, അള്ളാഹുവിൻ്റെ പള്ളിയിൽ അള്ളാഹുവിനെ കുറിച്ച് കുറച്ചു നേരം കേൾക്കാൻ മനസ്സിൽ നിയത്ത് ചെയ്തിരിക്കുന്ന എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാർ, ഉപ്പമാർ, സഹോദരി സഹോദരന്മാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ 2 മാസക്കാലത്തെ നമ്മുടെ ഒരു വലിയ ദുആ ആയിരുന്നു അല്ലാഹുമ്മ ബല്ലിഗ്നാ ശഹ്റ റമളാൻ. പടച്ചവനെ, നീ റമളാനിനെ വന്നെത്തിക്കണമേ എന്നുള്ള നമ്മുടെ ഹൃദയം തുറന്നുള്ള ദുആയുടെ സാക്ഷാത്കാരമാണ് ഇന്ന് നമ്മൾ ഓരോരുത്തരും കൂടി ഇരിക്കുന്നത്. ഷഹബാനിൻ്റെ പകുതിയിൽ, ഷഹബാനിൻ്റെ അവസാനത്തിലൊക്കെ നമ്മൾ വിട്ട് യാത്ര പിരിഞ്ഞു പോയവരുടെ ജനാസ നമസ്കാരങ്ങൾ നമ്മൾ തന്നെ എത്രയോ പേർക്ക് നമസ്കരിച്ചിരിക്കുന്നു. ഈ പള്ളിയുടെ മൈതാനം എത്രയോ പേർക്ക് സാക്ഷിയായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്നും വ്യത്യസ്തപ്പെടുത്തിക്കൊണ്ട് ആയുസ്സിൽ, ആഫിയത്തിൽ വർധനവ് നൽകി ഒരു പുണ്യമാക്കപ്പെട്ട റമളാൻ കൂടി നമുക്ക് ഓരോരുത്തർക്കും നൽകുകയുണ്ടായി. പറയും അൽഹംദുലില്ലാഹ്. ഹൃദയത്തിൻ്റെ ഉൾഭാഗത്തു നിന്ന് വരുന്ന നന്ദിയോടുകൂടിയുള്ള അൽഹംദുലില്ലാഹ്. ഇനി വരാനിരിക്കുന്ന എത്രയോ റമളാനുകൾ നമുക്ക് തരാൻ അള്ളാഹു കാരണമാക്കിക്കൊള്ളട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം കുടുംബമാണ്. നേരത്തെ ബഹുമാനപ്പെട്ട ആരിഫ് സാർ പറഞ്ഞതുപോലെ, ഈ വിനീതൻ മുസ്ലിം അസോസിയേഷൻ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സ്ഥാപനങ്ങൾ മെന്റർ ചെയ്യപ്പെടുമ്പോൾ 1000-ലധികം വിദ്യാർത്ഥികളെ ദിനേനെ കാണാൻ സാഹചര്യം ലഭിക്കുമ്പോൾ കുടുംബ ബന്ധം, അതിൻ്റെ ശാക്തീകരണം, അതിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ വിനീതന് തോന്നപ്പെട്ടിട്ടുണ്ട്. അതിൽ 3 കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഈ വിനീതൻ ഇന്ന് വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അതിലാദ്യത്തെ കാര്യം, ചെവികൾ കൊണ്ട് കേൾക്കുന്നതിനപ്പുറത്തേക്ക് ഹൃദയം കൊണ്ട് കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായി ഞാൻ ഇന്ത്യയുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ്, നമുക്കൊരു ഉണർവിന് വേണ്ടിയിട്ട് നിങ്ങളോടൊന്ന് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യ എന്ന സെക്കുലറായിട്ടുള്ള ഏറ്റവും വലിയ നമ്മുടെ ഭാരതം എന്ന ഈ രാഷ്ട്രം, ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങൾ ഉണ്ടായിരിക്കവേ ഈ 28 സംസ്ഥാനങ്ങളിൽ നമുക്ക് എന്ത് കോൺട്രിബ്യൂഷനൊക്കെയാണ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന വസ്തുത നമുക്ക് വേഗം ഒന്ന് മനസ്സിലാക്കി തിരിച്ചു വരാം. ധാരാളം ഗവൺമെന്റ് ഒഫീഷ്യൽസ് ഇവിടെ ഇരിപ്പുണ്ട്. അൽഹംദുലില്ലാഹ്, അവർക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഒരു സ്റ്റേറ്റിന്റെ പരമോന്നതമായ അംഗീകാരം ലഭിക്കപ്പെടുന്നത് സ്റ്റേറ്റിന്റെ ഫസ്റ്റ് സിറ്റിസൺ എന്ന് പറയുന്ന ഗവർണർ ആണെങ്കിലും ഒരു സ്റ്റേറ്റിന്റെ മുഴുവൻ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നത് ആ സ്റ്റേറ്റിന്റെ CM ആണ്. CM മുഴുവൻ കാര്യങ്ങളെയും ചർച്ച ചെയ്ത് പരിഗണിച്ച് വേണ്ടുന്നതിന് അപ്രൂവൽ കൊടുക്കുമ്പോൾ ഏകദേശം 17ഓളം സ്ഥാപനങ്ങളുള്ള മെന്റർ ചെയ്യുന്ന ഈ വിനീതന്റെ ടേബിളിൽ പോലും വൈകുന്നേരം ഏകദേശം ഇത്രയും ഫയലുകൾ ഉണ്ടാവും. അപ്പൊ ഒരു സ്റ്റേറ്റിന്റെ CMന്റെ ടേബിളിൽ അന്നേ ദിവസം എന്തോരം ഫയലുകൾ ഉണ്ടാവുമെന്നുള്ളത് നമുക്ക് സങ്കല്പിക്കാവുന്നതാണ്. ഈ ഫയലുകൾ മുഴുവൻ വാക്കിലെ ഓരോ ലെറ്റർ ബൈ ലെറ്റർ പഠിച്ചിട്ട് ഒരിക്കലും നമുക്ക് അതിൽ ആക്ഷൻ എടുക്കാൻ കഴിയില്ല. ഇപ്പൊ CM തൊട്ടടുത്തിരിക്കുന്ന ആളോട് കാര്യങ്ങൾ വിവരിക്കാൻ ചോദിക്കും. ഒരു സ്റ്റേറ്റിന്റെ CMനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ഹയസ്റ്റ് എഡ്യൂക്കേഷണൽ പോസ്റ്റ്, അതിന്റെ പേരാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി. യോഗ്യത സീനിയർ IAS ഓഫീസർ. ഈ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഓരോ ഫയലിനെ കുറിച്ചും വ്യക്തമായ ധാരണ കൊടുക്കുന്നത്. ഒന്ന് നന്നായി നമുക്കൊന്ന് മനസ്സിലാക്കാം. നാം ഓരോരുത്തരും ഈ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്തിലെ 28 സംസ്ഥാനങ്ങളിൽ ഒരൊറ്റ മുസ്ലിം പ്രിൻസിപ്പൽ സെക്രട്ടറിയെ കൊടുക്കാൻ എനിക്കോ നിനക്കോ നമുക്ക് ഓരോരുത്തർക്കുമോ കഴിഞ്ഞിട്ടില്ല എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം. 98% പോപ്പുലേഷനുള്ള കശ്മീരിനും അതിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഏകദേശം 100% പോപ്പുലേഷനുള്ള യൂണിയൻ ടെറിട്ടറിയായ ലക്ഷദ്വീപിലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ പള്ളികളുടെ വഖഫ് സംബന്ധമായിട്ടുള്ള ബില്ലുകൾ, മദ്രസ അധ്യാപകന്മാരുടെ പെൻഷൻ, ഇങ്ങനെയുള്ള മുഴുവൻ ഫയലുകളും വരുമ്പോൾ മദ്രസയെ കുറിച്ച് പഠിച്ചിട്ടില്ലാത്ത, ഉസ്താദുമാരെ കുറിച്ച് നന്നായി അറിവില്ലാത്ത അത്തരം പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ എങ്ങനെയാണ് ഉപദേശിക്കുക എന്നുള്ളത് നാം ചിന്തയിൽ കൊണ്ടുവരേണ്ടതാണ്.
ശരിയാണ്, സ്റ്റാച്യൂവിലും പാളയത്തും സെക്രട്ടേറിയറ്റിലും ഒക്കെ സമരവുമായി നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു വലിയ ചിന്ത ആദ്യമായി നമ്മളിലേക്ക് വരണം. നമ്മുടെ മക്കളെ, നമ്മുടെ കൊച്ചുമക്കളെ ഇന്ത്യയിലെ പരമോന്നത പോസ്റ്റുകൾ, ദ ഹയസ്റ്റ് ക്വാളിഫൈഡ് ആൻഡ് ഡിഗ്നിഫൈഡ് പോസ്റ്റുകൾ, സിവിൽ സർവീസ് പോലെയുള്ള റാങ്കുകൾ, ആ റാങ്കുകളിലേക്ക് നമ്മുടെ മക്കളെ കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ എന്ന ചിന്ത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സമയത്തിന്റെ കുറവ് കൊണ്ട് ഞാൻ 2 സ്റ്റാറ്റിസ്റ്റിക്സും കൂടെ വേഗം പറയാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജോലി കൊടുക്കുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെ സെക്ടർ അത് ഇന്ത്യൻ റെയിൽവേ ആണ്. 4.5 ലക്ഷം ഉദ്യോഗാർത്ഥികളിൽ അധികം പേരാണ് ഇന്ത്യൻ റെയിൽവേയിൽ വർക്ക് ചെയ്യുന്നത്. ഒന്ന് നന്നായി മനസ്സിലാക്കണമേ, മുസ്ലിം പോപ്പുലേഷൻ ഇന്ത്യൻ റെയിൽവേയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 1.8%. 1.8%. ഈ 1.8%-ൽ 3%-മാണ് IRS, ഇന്ത്യൻ റെയിൽവേ സർവീസ് പോലെയുള്ള ഉദ്യോഗാർത്ഥികളുള്ളത്. ബാക്കിയുള്ളതിൽ അധികവും ടിക്കറ്റ് കൗണ്ടറിലും ഫ്ലാഗ് കാണിക്കാനും അത്യാവശ്യം ആവറേജ് അല്ലെങ്കിൽ ലോവർ പോസ്റ്റിലാണെന്ന് മനസ്സിലാക്കാം. ഇനി നാം എന്തെങ്കിലും ഒരു ചെറിയ ആവശ്യം വന്നാൽ, നമുക്കൊരു കളവ് നടന്നു, അല്ലെങ്കിൽ നമുക്കൊരു പ്രശ്നം വന്നു, ഒരു അടി വന്നു, ഒരു വഴക്ക് വന്നു, ഒരു തർക്കം വന്നു, നാം ഓടിച്ചെല്ലുന്നത് പോലീസ് സ്റ്റേഷനുകളിലേക്കാണ്. ഒരു സ്റ്റേറ്റിന്റെ ഹയസ്റ്റ് പോലീസ് റാങ്ക് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് DGP ആണ് എങ്കിൽ, ഈ അടുത്തു മാത്രമാണ് നമുക്കൊരു മുസ്ലിം DGPയെ കേരളത്തിന് കിട്ടിയത്. അതല്ലായിരുന്നുവെങ്കിൽ കേരളത്തിന്റെ 28 സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനത്തിൽ പോലും ഒരു മുസ്ലിം DGPയെ വാർത്തെടുക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യം ഇന്നത്തെ നിലവിലത്തെ ഒരു ടൈം സിനാരിയോയിൽ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ആയതുകൊണ്ട് ഞാൻ വസ്തുതയിലേക്ക് ആദ്യം വരികയാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, തീർച്ച ഒരു ദിവസം, ഒരു നാൾ നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായ ആദരവായ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകരെ നമുക്കൊന്ന് നേരിട്ട് കാണണം. ആ നേരിട്ട് കാണുന്ന സന്ദർഭത്തിൽ നമ്മളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം പ്രഡോമിനന്റ് ആണ്. എൻ്റെ ഉമ്മത്തിൻ്റെ ഇസ്സത്തിനെ കാവലാകുന്ന രീതിയിൽ നിനക്ക് നിന്റെ സന്താന തലമുറയെ വാർത്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ഹൈലി പ്രിവെയിലിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് ആദ്യത്തെ ഒരു പോയിന്റിലേക്ക് വരികയാണ്. നമ്മുടെ 10ാം ക്ലാസ്സിലെയും ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കും എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. SSLCയുടെ 2 പരീക്ഷകൾ കഴിഞ്ഞു, നാളെ 3ാമത്തെ പരീക്ഷയാണ്. ഇത്തരം പരീക്ഷകളിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ് +2 പോർഷനാണ് പഠിച്ചിട്ട് പോയതെന്നിരിക്കട്ടെ. ഒരു SSLC വിദ്യാർത്ഥി നന്നായി പഠിച്ചു, മികച്ചതായി പഠിച്ചു, പക്ഷെ അവന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ഒന്നും തന്നെ എഴുതാൻ കഴിയില്ല. ആയതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നന്നായി ജീവിച്ചു, മികച്ചതായി ജീവിച്ചു. റമദാനിൽ അത്യാവശ്യം നന്നായി നമ്മൾ കാര്യങ്ങൾ ചെയ്തു. പക്ഷെ ഈ വിശുദ്ധ റമദാനിന് ഒരു വിഷൻ ഉണ്ട്. ഈ വിശുദ്ധ റമദാനിൽ നാം ഓരോരുത്തരും നോമ്പ് നോക്കുമ്പോൾ, ഈ തിരുവനന്തപുരത്ത് തന്നെ 37 ഡിഗ്രി ചൂടിൽ ദാഹവും വിശപ്പും സഹിക്കുമ്പോൾ ഒരു വലിയ ചോദ്യം പ്രിവെയിലിംഗ് ആണ്. നോമ്പിന്റെ മിഷൻ അഥവാ നോമ്പിന്റെ വിഷനായ ലഅല്ലക്കും തത്തഖൂൻ, തഖ്വയുള്ളവരാകാൻ കഴിഞ്ഞോ എന്നുള്ള ചോദ്യം ഓരോ ഇഫ്താറിനും ഓരോ മുസ്ലിമും സ്വന്തത്തോട് ചോദിക്കേണ്ടതാണ്. പെരുന്നാളിന്റെ രാത്രി ഈ റമദാൻ എനിക്ക് അനുകൂലമായോ എന്നുള്ള ചിന്ത അത് ഒരു പ്രയോജനമില്ലാത്ത ചിന്തയായി മാറും. ഇല്ല, ഇനി വരുന്ന 9 ദിവസങ്ങളും ഇനി വരുന്ന ഏതാനും ചില ദിവസങ്ങൾ മാത്രമായി കൂടി ഈ വിശുദ്ധ റമദാന് നമ്മൾ വന്നിരിക്കുമ്പോൾ, അല്ലയോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഇഫ്താറിന് ഒരു 10 മിനിറ്റിന് മുന്നേ എല്ലാ ജോലി തിരക്കുകളിൽ നിന്നൊന്ന് മാറി നിൽക്കും. ഒറ്റത്തൊരു സ്ഥലത്തിരിക്കും. പള്ളിയിലാണെങ്കിൽ ഒരു ചെറിയ ഏരിയയിലേക്ക് മാറിയിരിക്കും. കഴിഞ്ഞ വർഷത്തിനേക്കാൾ, കഴിഞ്ഞുപോയ എത്രയോ വർഷത്തിനേക്കാൾ, കഴിഞ്ഞ ആഴ്ചയേക്കാൾ, കഴിഞ്ഞ ദിവസത്തിനേക്കാൾ എൻ്റെ തഖ്വ ഇന്ന് വർദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ട് എങ്കിൽ റമദാൻ സ്വീകാര്യമായി എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ആദ്യം ഈ റമദാനിനൊരു വിഷൻ ഉള്ളതുപോലെ നമുക്കൊരു ഫാമിലി വിഷൻ ആദ്യം സെറ്റ് ചെയ്യണം. ഈ വിനീതൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ കേരളത്തിൽ 158 എഞ്ചിനീയറിംഗ് കോളേജസ് ആണ് ഉള്ളത്. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ പറയുന്നത് 4 വർഷങ്ങൾക്ക് മുന്നേ ഉള്ളതാണ്. 158 എഞ്ചിനീയറിംഗ് കോളേജിൽ 16 എഞ്ചിനീയറിംഗ് കോളേജുകൾ കഴിഞ്ഞ 3 വർഷങ്ങളിലായി പൂട്ടിപ്പോയി. 16 കോളേജസിൽ പൂട്ടിയതിൽ അതിൽ 14 മുസ്ലിം മാനേജ്മെന്റ് ആണ് എന്ന് മനസ്സിലാക്കുക. 16 പൂട്ടിപ്പോയ കോളേജുകളിൽ 14 മുസ്ലിം മാനേജ്മെന്റ് ആണ്. ഏറ്റവും ഡിസിപ്ലിൻഡായി നമ്മൾ പഠിപ്പിച്ചത് ഇസ്ലാമിക മതമാണ്. ഏറ്റവും കൂടുതൽ മൂല്യം കൽപ്പിച്ചത് ഇസ്ലാമിക മതമാണ്. അറേബ്യയുടെ മാപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നേരെ ഗ്ലോബിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് ചൈന. അതായത് ദ ലോങ്കസ്റ്റ് ഡിസ്റ്റൻസ്. പ്രവാചകർ തിരുമേനി അരുൾ ചെയ്തിട്ടുണ്ട്, ആ ചൈനയിൽ പോയിട്ടായിരുന്നാലും ശരി, ഇൽമു ശേഖരിക്കണമെങ്കിൽ നിങ്ങൾ പോകണം. അത്രത്തോളം വിദ്യാഭ്യാസത്തിന് മൂല്യം കൽപ്പിക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തെ പറ്റിയിട്ട് ഏറ്റവും ഗൗരവമുള്ള ഒരു ചിന്ത കൊണ്ടുവരണമെന്ന് ആദ്യമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ആയതുകൊണ്ട് നമുക്കൊരു ഫാമിലി മിഷൻ നമുക്ക് സെറ്റ് ചെയ്യണം.
കുടുംബത്തിലെ ഐക്യം വളരെ പ്രധാനമാണ്. സിലുൽ അർഹം, കുടുംബ ബന്ധത്തിനെ ചേർത്ത് വെക്കുന്നവർക്ക് അള്ളാഹു ഗ്യാരണ്ടി ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം സ്വർഗമാണ് എന്ന് മനസ്സിലാക്കാം. സമാധാനത്തിലോടുകൂടി സ്വർഗത്തിലേക്ക് കടക്കാൻ പറയും സിലുൽ അർഹത്തിന്റെ ആൾക്കാർ, കുടുംബ ബന്ധത്തിനെ യോജിപ്പിച്ചവർ. നമുക്കൊരു ഫാമിലി മിഷൻ വേണം. എങ്ങനെ? നമ്മുടെ കുടുംബത്തിൽ 5 സഹോദരന്മാരാണുള്ളത്, 2 സഹോദരിമാരുണ്ട്, 7 പേർ ചേർന്ന് ഒരുമിച്ചിരിക്കും, മക്കളും മരുമക്കളുമായിട്ട് ഒരുമിച്ചിരിക്കും. എന്നിട്ടൊരു വിഷൻ സെറ്റ് ചെയ്യും. നിന്റെ മകൾക്ക് അത്യാവശ്യം നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്, അവനെ സിവിൽ സർവീസ് പഠിപ്പിക്കണം. നിന്റെ മകൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, ഈ വരുന്ന നീറ്റ് എക്സാമിനേഷന് അവളെ ഡോക്ടറാക്കണം. നിന്റെ മകനെ എഞ്ചിനീയറിംഗ് സെക്ടറിലേക്ക് വിടണം, നിങ്ങളുടെ മകനെ ഹാഫിളാക്കണം, എന്നിട്ട് ബാക്കിയുള്ളത് പഠിപ്പിക്കണം. ഇങ്ങനെ ഓരോ കുടുംബത്തിൽ നിന്നും, നമ്മുടെ കുടുംബത്തിൽ നിന്നും ഇൻഷാ അല്ലാഹ് പള്ളിക്കാട്ടിലേക്ക് ഒരു ദിവസം നമ്മൾ വരേണ്ടതായിട്ടുണ്ടാവും. ആ പള്ളിക്കാട്ടിലേക്ക് വരുന്ന ദിവസം നമ്മൾക്കൊന്ന് നെഞ്ചു തൊട്ട് നമുക്ക് പറയാൻ കഴിയണം, ഇല്ല, എൻ്റെ കുടുംബം അതിനെ ഞാൻ വഴിയാധാരമാക്കിയിട്ടില്ല. എൻ്റെ കുടുംബത്തിൽ ഞാൻ നല്ലപോലെ സമയങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആ നല്ലപോലെ സമയങ്ങൾ സ്പെൻഡ് ചെയ്തിട്ട് ഞാൻ എൻ്റെ കുടുംബത്തിനെ മെച്ചപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന നല്ല ചിന്ത നമുക്ക് ഓരോരുത്തർക്കും വേണം. ഈ ചിന്തയിൽ നാം വൈകിപ്പോയാൽ ഏറ്റവും വലിയ വില കൊടുക്കേണ്ടി വരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഡയറക്ടേഴ്സിന്റെയും പ്രിൻസിപ്പൽസിന്റെയും മീറ്റ് വിളിക്കപ്പെടും. അപ്പൊ ഈ വിനീതൻ അത്തരം മീറ്റിങ്ങുകളിൽ പോയി പങ്കെടുക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരു റെലവന്റ് പോയിന്റ് പറയാൻ വേണ്ടി നമ്മളിങ്ങനെ എണീറ്റ് നിൽക്കും. കൂടെ ഉണ്ടാകുന്നത് അധികവും ക്രിസ്ത്യൻ മൈനോറിറ്റി സ്ഥാപനങ്ങളിലെ ഏറ്റവും നല്ല എഡ്യൂക്കേഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള അച്ഛന്മാരായിരിക്കും. ഒരു മുസ്ലിം സംസാരിക്കാൻ വേണ്ടി ഇങ്ങനെ എണീറ്റ് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ബാക്കിയുള്ളവരുടെ പുച്ഛത്തോടു കൂടിയുള്ള നോട്ടം എത്രയോ പ്രാവശ്യം ഞങ്ങൾ കണ്ടിരിക്കുന്നു. ഒരുപക്ഷെ ഞങ്ങളുടെ പോയിന്റുകൾ വ്യക്തമാക്കിയതിന് ശേഷം അള്ളാഹു സഹായിച്ച് നമുക്ക് നല്ല കയ്യടികൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ ഇനി കയറി വരേണ്ടതായിട്ടുണ്ട്. ഏതുപോലെ? 2013 മലപ്പുറം ജില്ലയായിരുന്നു ഏറ്റവും കുറവ് SSLC വിദ്യാർത്ഥികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അത് 2021 ഏറ്റവും കൂടുതൽ ഫുൾ A+ കിട്ടിയ ജില്ലയായി മലപ്പുറം മാറുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, നമ്മൾ ഓരോരുത്തരും കയറി വരുന്നുണ്ട്. പക്ഷെ നമുക്കൊരു ഫാമിലി മിഷൻ ആദ്യമായി സെറ്റ് ചെയ്യണം. അത്തരം ഫാമിലി മിഷനുകൾ സെറ്റ് ചെയ്യുമ്പോൾ 3 കാര്യങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഈ വിനീതൻ ആഗ്രഹിക്കുന്നു. കുടുംബത്തിലായിക്കോട്ടെ, നാട്ടിലായിക്കോട്ടെ, വീട്ടിലായിക്കോട്ടെ, ഒരു മുസ്ലിം ഉമ്മ തിരുത്തപ്പെടേണ്ട ആദ്യത്തെ കാര്യം അവന്റെ സംസാരമാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, മനുഷ്യരിൽ ഉത്തമർ ആരാണ്? പ്രവാചകർ രാത്രി നിന്ന് നമസ്കരിക്കുന്നവരോ അധികമായി ഖുർആൻ പാരായണം ചെയ്യുന്നവരോ ഒക്കെ പറയുന്നതിന് മുന്നേ ആദ്യമായി പറഞ്ഞത്, പ്രവാചകൻ പറഞ്ഞ വാക്കിങ്ങനെയായിരുന്നു, ഹൃദയത്തിൽ നന്മയുള്ളവരും നാവിൽ ഏറ്റവും നല്ല സംസാരമുള്ളവരും, നല്ല ഭാഷ പറഞ്ഞുകൊണ്ട്, സത്യത്തിന്റെ ഭാഷ പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നവരും ഹൃദയശുദ്ധിയുള്ളവരും എന്നാണ് പറയുന്നത്. ഞാനൊരു ചരിത്രം പെട്ടെന്നൊന്ന് പറഞ്ഞു തിരിച്ചു വരികയാണ്. നമ്മുടെ സംസാരത്തിൽ എന്താണ് വേണ്ടത്? നമ്മുടെ സംസാരത്തിൽ നമ്മുടെ കൂടെയുള്ള മുസ്ലിം സഹോദരന്റെ ഇസ്സത്തിനെ പാലിച്ചുകൊണ്ടുള്ള സംസാരം മാത്രമേ സംസാരിക്കാവുള്ളൂ എന്ന് ഈ വിനീതൻ ആഗ്രഹിക്കണം. പലപ്പോഴും നമ്മൾ കുടുംബത്തിലേക്ക് പോകുമ്പോൾ, നിനക്ക് ഇനിയും ജോലി ആയില്ലേ അല്ലേ, നീ ഇനിയും പ്ലേസ്ഡ് ആയില്ലല്ലേ, ഇനിയും ബാക്ക് പേപ്പറുകൾ ഉണ്ടോ, അവനെ തളർത്തുന്ന ചോദ്യങ്ങളാണ് നമ്മൾ എല്ലാവരുടെ മുന്നിൽ വെച്ച് ചോദിക്കുന്നത്. ഇല്ല, ഏറ്റവും വലിയ വിപത്തതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു തിരുസുന്നത്ത് ഞാനൊരു ചരിത്രത്തിലൂടെ പെട്ടെന്ന് പറഞ്ഞ് ഓർമ്മപ്പെടുത്തി പോകാൻ ആഗ്രഹിക്കുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തിന്റെ കാലഘട്ടത്തിൽ ഒരു വലിയ വരൾച്ച വന്നിരുന്നു. ഗ്രാമത്തിന്റെ കിണറുകൾ മുഴുവൻ വറ്റിപ്പോയി, പാടങ്ങൾ മുഴുവൻ വിണ്ടുകേറി, ഒരിറ്റു വെള്ളമില്ല. മുഴുവൻ ആൾക്കാരും അന്നത്തെ പ്രവാചകനായ മൂസാ നബി അലൈഹി സ്വലാത്തിന്റെ അടുക്കൽ ഓടി വന്നു. കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, പ്രവാചകരെ, കാണുന്നില്ലേ, നമ്മുടെ ആടുമാടുകളെല്ലാം ഇങ്ങനെ അതിന്റെ എല്ലുകൾ വെളിയിൽ വരത്തക്ക രീതിയിൽ കാണാൻ തുടങ്ങിയിരിക്കുന്നു, പാടങ്ങളെല്ലാം വിണ്ടുകീറിയിരിക്കുന്നു, ക്ഷാമം അതിരൂക്ഷമായിരിക്കുന്നു. പ്രവാചകരെ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോടൊന്ന് ചോദിച്ച് ദുആ ചെയ്യണം, എന്നിട്ട് മഴയ്ക്കായി നിങ്ങളൊന്ന് ദുആ ചെയ്തു തരണം. പ്രവാചകർ അന്നത്തെ മുഴുവൻ വിശ്വാസികളെയും ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിട്ടുണ്ട്, ഒരു വലിയ മൈതാനം. മൂസാ നബി അലൈഹി സ്വലാം മുഴുവൻ വിശ്വസിച്ചവരെയും ആ മൈതാനത്തിലേക്ക് ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട്. എന്നിട്ട് കൂട്ടമായിക്കൊണ്ട് ഒരു വലിയ പ്രാർത്ഥന. മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിന്റെ പ്രവാചകനാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹുവിനോട് കൈനീട്ടിയാൽ തീർച്ചയായും അത് സ്വീകാര്യമാണ്. മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിന്റെ അടുക്കൽ കൈനീട്ടി, അള്ളാഹുവേ, പാടങ്ങളെല്ലാം വിണ്ടു കീറിയിരിക്കുന്നു, എല്ലാ വൃക്ഷങ്ങളും ഉണങ്ങിപ്പോയിരിക്കുന്നു, നമ്മുടെ മത്സ്യങ്ങൾ, മൃഗങ്ങൾ ഒന്നും തന്നെ സർവൈവ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരിക്കുന്നു. അല്ലയോ പടച്ചോനെ, അല്ലയോ പ്രിയപ്പെട്ട നാഥ, നീ ഞങ്ങൾക്ക് മഴ തരണം. മഴ പെയ്തില്ല. ആവർത്തിച്ചു മൂസാ നബി അലൈഹി സ്വലാം രണ്ടാമതും മൂന്നാമതും റബ്ബിന്റെ അടുക്കൽ കൈനീട്ടിക്കൊണ്ട് ആവർത്തിച്ചു. ഇല്ല, മഴ പെയ്തില്ല. മൂസാ നബി അലൈഹി സ്വലാത്തിന് വഹി ഇറങ്ങി, ഓ മൂസ, നിനക്ക് മുന്നിൽ നിൽക്കുന്ന മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരാളുണ്ട്,
അയാൾ കഴിഞ്ഞ 40 വർഷങ്ങളായി പാപം ചെയ്ത് എന്നോട് ക്രൂരത, അക്രമം കാണിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ 40 വർഷമായി. ആ മനുഷ്യൻ ഈ കൂട്ടത്തിൽ നിന്നും പോയാലല്ലാതെ നിങ്ങൾക്ക് മഴ ലഭിക്കുകയില്ല. മൂസാ നബി അലൈഹി സ്വലാം പെട്ടെന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്തു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ ഈ കൂട്ടത്തിൽ ആരോ ഒരാളുണ്ട്, കഴിഞ്ഞ 40 വർഷങ്ങളായി അള്ളാഹുവിന്റെ വിധി വിലക്കുകളെ പാലിക്കാതെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഈ കൂട്ടത്തിലുണ്ട്. ആ മനുഷ്യൻ ഇവിടെ നിന്ന് മാറിപ്പോയാലല്ലാതെ മഴ പെയ്യുകയില്ല. എല്ലാവരും നിശബ്ദമായി. ആരാണ് മനുഷ്യൻ? കൂട്ടത്തിൽ ആ മനുഷ്യനും ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ കൂട്ടമാണെന്ന് ഇരിക്കട്ടെ, ഞാനിത് വിശ്വസിക്കുന്ന ആളാണെന്ന് ഇരിക്കട്ടെ, ഞാനിങ്ങനെ പറയുമ്പോൾ അയാളും ആ കൂട്ടത്തിൽ ഉണ്ടാവും. അയാൾക്ക് എത്ര വേദനിച്ച് കാണും, അയാൾ എത്ര ഞെട്ടിപ്പോയി കാണും, അയാൾ എത്രത്തോളം അലേർട്ടായി കാണും. ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പോലും മാറിപ്പോയില്ല. എല്ലാവരും അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഒരാൾ പോലും മാറിപ്പോയില്ല. പക്ഷേ മൂസാ നബി അലൈഹി സ്വലാം ഇങ്ങനെ നോക്കി നിൽക്കവേ മഴ ഇങ്ങനെ പെയ്യണ്ടായി. ജനങ്ങൾ അന്തം വിട്ടുപോയി. മൂസാ പ്രവാചകൻ, ഇതുവരെ കളവ് പറഞ്ഞിട്ടില്ലാത്ത മൂസാ പ്രവാചകൻ എന്തു പറ്റി? പറഞ്ഞതിന് വിപരീതമായിട്ടാണല്ലോ. ഞങ്ങളിൽ നിന്ന് ഒരാളും മാറിപ്പോവാതെ തന്നെ മഴ പെയ്തല്ലോ. പക്ഷേ മഴ പെയ്തതിന്റെ ആഹ്ലാദത്തിൽ ജനങ്ങൾ ആ കാര്യം അങ്ങ് വിസ്മൃതിയിലായിപ്പോയി. മൂസാ നബി അലൈഹി സ്വലാത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല. മൂസാ നബി അലൈഹി സ്വലാം അല്ലാഹുവിനോട് ചോദിച്ചു, യാ റബ്ബ്, നീയാണ് എനിക്ക് വഹി എത്തിച്ചത്. ആ കൂട്ടത്തിൽ ആരോ ഉണ്ടായിരുന്നു, അയാൾ പോകുന്നത് വരെ മഴ പെയ്യിക്കില്ല എന്ന് നീയാണ് വഹി അറിയിച്ചത്. അതനുസരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ എന്തുകൊണ്ട് ഒരാളും പോകാതെ തന്നെ നീ മഴ പെയ്യിപ്പിച്ചത് എന്തുകൊണ്ടാണ് റബ്ബേ എന്ന് ചോദിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യത്തിന്റെ റഹ്മാനും റഹീമുമായ റബ്ബ് മൂസാ നബി അലൈഹി സ്വലാത്തിന് ഉത്തരം കൊടുക്കുകയാണ്. അല്ലയോ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ചെവികൾ തുറന്ന് ഹൃദയങ്ങൾ കൊണ്ട് കേൾക്കും. അല്ലാഹുവിന്റെ വാക്കിങ്ങനെയാണ്, ഓ മൂസ, നീ അങ്ങനെ പറയുമ്പോൾ ആ കൂട്ടത്തിൽ ആ പാപം ചെയ്ത വ്യക്തി അദ്ദേഹം ഇങ്ങനെ തല കുനിച്ച് കണ്ണുനീരത്തിൽ ഏറ്റവും നന്നായി കണ്ണുനീര് വന്നുകൊണ്ട്, പടച്ചവനെ, നീ എൻ്റെ പാപങ്ങൾ പുറത്തു തരണം, എൻ്റെ ഇസ്സത്തിനെ നീ കാക്കണം. ഈ 2 പ്രാർത്ഥന അവൻ ഹൃദയം ഉരുകി എപ്രകാരം ചൊല്ലി എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് ആ സ്പോട്ടിൽ പുറത്തു കൊടുക്കാൻ പറ്റും. അവന് ഞാൻ ആ സ്പോട്ടിൽ പുറത്തു കൊടുത്തു. ഞാൻ എൻ്റെ മഴയെ വർഷിച്ചു. ഈ ചരിത്രത്തിൽ നിന്നും 3 പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം. ആദ്യത്തേത്, പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് അത് തടസ്സമാണ്. 2, ഒരു മുസ്ലിം ഉമ്മത്തിൻ്റെ ഇസ്സത്ത് അത്ര ചെറുതല്ല. അതിന് അവസാനമായി ആ ചരിത്രത്തിൻ്റെ അവസാനം ഇങ്ങനെയാണ്. മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, പടച്ചോനെ, നിന്റെ അടുക്കൽ ഒറ്റ തവണ പാപമോചനത്തിനെ ചോദിച്ച് 40 കൊല്ലത്തെ പാപം ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് പൊറുക്കപ്പെട്ടു എങ്കിൽ ആ വിശിഷ്ടമായ ആ വ്യക്തി ആരാണ്? എനിക്ക് അവൻ്റെ പേരൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ അല്ലാഹു മറുപടി പറയാനോ, മൂസാ, കഴിഞ്ഞ 40 വർഷം നിങ്ങളുടെ ഇടയിൽ അവൻ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 40 വർഷം അവൻ പാപങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നു. കഴിഞ്ഞ 40 വർഷം അവൻ എനിക്ക് അനുസരണക്കേട് ചെയ്തു. എന്നിട്ട് ഞാൻ അവനെ പബ്ലിസൈസ് ചെയ്തില്ല. പിന്നെയാണോ അവൻ തൗബ ചെയ്തതിന് ശേഷം? ഇല്ല മൂസ, ഇല്ല മൂസ. ഒന്ന് ചിന്തിക്കണ്ടേ? നാം ചെയ്തു കൂട്ടിയതെങ്ങാനും ഒരു സ്ക്രീനിൽ പ്ലേ ചെയ്യാൻ ഈ ഇരിക്കുന്ന ആർക്കെങ്കിലും അനുവാദം നൽകാൻ പറ്റുമോ? ഈ ഇരിക്കുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു പോയതെല്ലാം ഒരു സ്ക്രീനിൽ പ്ലേ ചെയ്യാനുള്ള സമ്മതം നിങ്ങൾക്ക് തരാൻ കഴിയും? അള്ളാഹു നമ്മുടെ പാപങ്ങളെ കൺസീൽ ചെയ്താണ് വെച്ചിരിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണം, ഏറ്റവും നല്ല തൗബ നമുക്ക് വേണം. ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് കഅബയുടെ അറ്റത്ത് ഇങ്ങനെ എത്തി. എന്നിട്ട് കഅബയെ ഇങ്ങനെ നോക്കിയിട്ട് കഅബയെ ഇങ്ങനെ ഉയർത്താൻ തുടങ്ങി. കഅബയെ ഇങ്ങനെ പുകഴ്ത്തി പറയാൻ തുടങ്ങി, ഓ കഅബ, മുഴുവൻ ജനങ്ങളും നിനക്ക് നേരെയാണ് തിരിഞ്ഞു നിന്ന് നമസ്കരിക്കുന്നത്. നിന്റെ കില്ല പിടിച്ച് ദുആ ചെയ്യുന്നവരുടെ ദുആക്കൾ കബൂലാണ്. നിന്റെ വലയം ഉംറയുടെ ഏറ്റവും വലിയ കർമ്മത്തിൽ ഒന്നാണ്. ഇങ്ങനെ കഅബയെ പറ്റിയിട്ട് ഇങ്ങനെ പുകഴ്ത്താൻ തുടങ്ങി. അതിന്റെ അവസാനത്തെ സെന്റൻസ്, എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ അത് ഹൃദയം കൊണ്ട് കേൾക്കണം. അതിന്റെ അവസാനത്തെ സെന്റൻസ് ഇങ്ങനെയാണ്, ഓ കഅബ, എന്തൊക്കെ തന്നെ പറഞ്ഞിരുന്നാലും ശരി, ഒരു മുസ്ലിം ഉമ്മത്തിന്റെ ഇസ്സത്തിനേക്കാൾ നിനക്കൊരു പവിത്രതയില്ല. ഒരു മുസ്ലിം ഉമ്മത്തിന്റെ ഇസ്സത്തിനേക്കാൾ നിനക്കൊരു പവിത്രതയില്ല. അത്രത്തോളം വലുതാണ് ഒരു മുസ്ലിം ഉമ്മത്തിന്റെ ഇസ്സത്ത്. നമ്മുടെ ഫാമിലിയിൽ മക്കളോട് സംസാരിക്കുമ്പോൾ, കൊച്ചുമക്കളോട് സംസാരിക്കുമ്പോൾ, ഗ്രൂപ്പിൽ പോയി സംസാരിക്കുമ്പോൾ, ഓഫീസിൽ പോയി സംസാരിക്കുമ്പോൾ ഒരു കാരണവശാലും പബ്ലിക്കലി ക്രിട്ടിസൈസ് ചെയ്യാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. ആയതുകൊണ്ട് തന്നെ പ്രചോദനത്തിന്റെ വാക്കുകൾ നമുക്ക് പറയാൻ കഴിയണം. അപ്പോൾ 3ാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഈ വിനീതൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഫാമിലിയിൽ മക്കളുടെ കൂടെ ആയിരിക്കുമ്പോൾ, നമ്മുടെ ഓർഗനൈസേഷനിൽ എംപ്ലോയീസിന്റെ കൂടെ ആയിരിക്കുമ്പോൾ നമുക്കൊരു ക്വാളിറ്റി പോളിസി ഉണ്ടാവും.
ഒരുപക്ഷെ അക്രഡിറ്റേഷന് പോകുമ്പോഴും ISOക്ക് പോകുമ്പോഴും ഏത് തന്നെ ഒരു സർട്ടിഫൈഡ് അക്രഡിറ്റേഷന് പോകുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പാണ് ക്വാളിറ്റി പോളിസി. നമുക്കൊരു ക്വാളിറ്റി പോളിസി ഉണ്ടാവണം. ദീനുൽ ഇസ്ലാം സുന്ദരമായ 2 ക്വാളിറ്റി പോളിസി കുടുംബത്തിൽ ഡെവലപ്പ് ചെയ്യാനായി പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ഒരു ചെറിയ ചരിത്രം പറഞ്ഞുകൊണ്ട് ആ 2 ക്വാളിറ്റി പോളിസി പറഞ്ഞുകൊണ്ട് ഈ വിനീതൻ അവസാനിപ്പിക്കുകയാണ്. ആദരവായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മക്കയിൽ നിന്നും മദീനത്തിലേക്ക് ഹിജ്റ പോയ കഥയും ചരിത്രവും ഒക്കെ നമുക്കറിയാവുന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളുടെ ഈ ചുറ്റുപാട്, നമ്മളിപ്പോൾ ഒരുപക്ഷെ ഈ പാളയത്തിലുള്ളവരാണ് എങ്കിൽ നാളെ സുബഹിക്ക് നമ്മളോട് വന്ന് പറയാണ്, നിങ്ങളുടെ അടുത്ത ദിവസം വ്യാഴാഴ്ച വന്ന് പറയാണ്, അടുത്ത വെള്ളിയാഴ്ച പിറ്റേ ദിവസം നിങ്ങൾ ജുമാ നിസ്കരിക്കേണ്ടത് ചെന്നൈയിലെ ഒരു ചെറിയ ഗ്രാമത്തിലെ പള്ളിയിലാണ്. അവിടെയാണ് നിങ്ങൾക്ക് ഇനി അടക്കാൻ കഴിയുന്നത്. നിങ്ങൾ എവിടെ നിന്ന് മാറ്റിയിരിക്കുന്നു? ഉൾക്കൊള്ളാൻ കഴിയുമോ നമുക്ക്? ജനിച്ചു വളർന്ന ആ മക്കത്ത് നിന്ന് മദീനത്തിലേക്ക് ഹിജ്റ പോയ സന്ദർഭം. ആ മദീനത്ത് അങ്ങനെ തന്നെ നിൽക്കുമ്പോൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വപ്നം കാണുന്നുണ്ട്. താനും തൻ്റെ അനുചരന്മാരും ഉംറ ചെയ്യുന്നതായി. പ്രവാചകൻ ആ സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന ദിവസം സഹാബാക്കളൊക്കെ വിളിച്ചമർത്തുകയും 1000 പേരുള്ള സഹാബാക്കളും പ്രവാചകനും ചേർന്ന് മദീനയിൽ നിന്ന് ഉംറയ്ക്കായി മക്കത്തേക്ക് പുറപ്പെട്ട ചരിത്രം നമുക്കറിയാം. ഹുദൈബിയയിലെത്തുകയും ആ ഹുദൈബിയയിലെ സന്ധിയെ കുറിച്ചും നമുക്കറിയാം. ഇസ്ലാമിലെ ഏറ്റവും കിരാതമായ കരാർ, ഇസ്ലാമിലെ ഏറ്റവും മൃഗീയമായ കരാർ, ഒരു പോയിന്റ് പോലും ജെനുവിനായിട്ടില്ലാത്ത കരാർ. പക്ഷെ കാരുണ്യത്തിന്റെ തിരുദൂതർ ആ കരാറിൽ ഒപ്പുവെക്കുന്നുണ്ട്. ആ കരാറിലെ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം ഞാൻ പറയാം. അതാണ് നമുക്ക് ഇന്നത്തെ ചർച്ചാ വിഷയം. ഇങ്ങനെയാണ് ആ സ്റ്റേറ്റ്മെന്റ്. കരാർ ഇങ്ങനെയാണ്: മക്കയിൽ നിന്ന് ആരെങ്കിലും ദീൻ സ്വീകരിച്ച് മദീനയിലേക്ക് എത്തുകയാണെങ്കിൽ അവരെ തിരിച്ചു മക്കയിലേക്ക് വിടണം. പക്ഷേ മദീനയിൽ നിന്ന് ആരെങ്കിലും ദീൻ സ്വീകരിച്ച് മക്കയിൽ പോയാൽ അവരെ വിടുകയുമില്ല. എന്തൊരു കാട്ടാള നീതിയാണ്! മക്കയിൽ നിന്ന് ആരെങ്കിലും മദീനയിലേക്ക് വന്ന് അവരെ തിരിച്ചുവിടണം, മദീനയിൽ ആരെങ്കിലും മക്കയിൽ പോയി അവരെ വിടുകയുമില്ല. കാരുണ്യത്തിന്റെ തിരുദൂതർ, മുന്നോട്ട് ഉള്ള വർഷങ്ങളെ കാണാനുള്ള വിഷനുള്ള തിരുദൂതർ അവരുമായി സന്ധിയിൽ ഏർപ്പെടുകയാണ്. ഈ പോയിന്റ് പ്രവാചകർ അംഗീകരിച്ച് സന്ധി റെഡിയായ സ്പോട്ടിൽ ആ ഒരു മദീനയിലെ മരുഭൂമിയിലെ വിദൂരത്തിൽ നിന്നും ഒരു ഒച്ചത്തിൽ ഒരു നിലവിളി കേൾക്കുന്നുണ്ട്. യാ റസൂലല്ലാഹ്, യാ റസൂലുള്ളാഹ് എന്നൊരു വലിയ വിളി. മരുഭൂമിയിൽ നിങ്ങൾക്കറിയാം മിറാഷ് എന്നൊരു ഫിനോമിനൻ ഉണ്ട്. ദൂരെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ വെള്ളമുള്ളതായി കാണാൻ പറ്റും. ആയതുകൊണ്ട് ദൂരെ നിന്ന് ഒരാൾ വരുന്നത് അങ്ങനെ തന്നെ അറിയാൻ കഴിയില്ല. ഒരു സാൻഡ് സ്റ്റോം ഉള്ള ഒരു ഫിസിക്കൽ ഫിനോമിനനാണ് മിറാഷ്. അടുത്ത് ഇങ്ങനെ വരുമ്പോഴാണ് ആളെ മനസ്സിലാകുന്നത്. യാ റസൂലുള്ളാഹ് എന്ന ഉച്ചത്തിൽ വിളിച്ചുകൊണ്ടൊരു മനുഷ്യൻ ഇങ്ങനെ ഓടി വരികയാണ്. അടുത്തെത്തിയപ്പോൾ ശരീരം മുഴുവൻ ഇങ്ങനെ മുറിവിന്റെ പാടുകൾ, രക്തം ഇങ്ങനെ ഒലിക്കുന്നുണ്ട്, കാലിലൊക്കെ ഇങ്ങനെ ചങ്ങല കെട്ടിയിട്ടുണ്ട്. ഒരു മനുഷ്യൻ ഇങ്ങനെ ഓടി വരികയാണ്. സഹാബത്ത് അബൂ ജന്ദൽ റളിയല്ലാഹു അൻഹു. അബൂ ജന്ദൽ റളിയല്ലാഹു ഇങ്ങനെ ഓടി വന്നിട്ട് നബിതങ്ങളെ നോക്കിയിട്ട് പറഞ്ഞു, യാ റസൂലുള്ളാഹ്, എന്നെ ഇവർ മർദ്ദിച്ചിരിക്കുകയാണ്, എന്നെ ഇവർ ചങ്ങലക്കിട്ടിരിക്കുകയായിരുന്നു. നബിതങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ള വാർത്ത അറിഞ്ഞുകൊണ്ട് ഏറ്റവും വലിയ ശക്തിയിൽ പരസ്പരം ചങ്ങലയ്ക്ക് ഉരസി തീ പിടിപ്പിച്ച് കത്തിച്ച് ആ ചങ്ങല പൊട്ടിച്ച് ഞാൻ ഓടി വന്നതാണ്. എന്നെയും കൂടെ നിങ്ങൾ കൊണ്ടുപോകണേ. ഇവരുടെ അടുക്കൽ നിങ്ങൾ എന്നെ ഇട്ടിട്ട് പോയാൽ എന്നെ ഇല്ലാതാക്കി കളയും. എന്നെയും കൂടെ ഒന്ന് കൊണ്ടുപോകാമോ? പ്രവാചകന്റെ ബാക്കിൽ ചോരയുടെ തിളപ്പുമായി നിൽക്കുന്ന ഉമറുണ്ട്. പ്രവാചകന്റെ ബാക്കിൽ അലി റളിയല്ലാഹു അൻഹു ഉണ്ട്. എല്ലാവരും ഉണ്ട്. പെട്ടെന്ന് അവർ മുന്നിലേക്ക് വന്നപ്പോൾ പ്രവാചകർ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ബാക്കിലോട്ടാക്കി. എന്നിട്ട് ആ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ജന്ദൽ റളിയല്ലാഹുവിനെ ഇങ്ങനെ ഒന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. കെട്ടിപ്പിടിച്ച ശേഷം അബൂ ജന്ദൽ റളിയല്ലാഹുവിന്റെ ചെവിയിൽ 2 വാക്കുകൾ പറയുന്നുണ്ട്. ഇന്ന് ഈ മസ്ജിദിൽ നിന്ന് നാം തിരിച്ച് നമ്മുടെ വീടുകളിലേക്ക് പോകുമ്പോൾ എപ്പോഴും നമ്മുടെ ഹൃദയങ്ങളിലും നമ്മുടെ സ്വഭാവത്തിലും ആ 2 വാക്കുകൾ ഉണ്ടായിരിക്കണമെന്ന് ഈ വിനീതൻ ആഗ്രഹിക്കുന്നു. ഏതാണ് ആ 2 വാക്കുകൾ? പ്രവാചകൻ അബൂ ജന്ദൽ റളിയല്ലാഹുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയാണ്, യാ അബാ ജന്ദൽ ഇസ്ബിർ വഹ്തസിബ്. അബൂ ജന്ദൽ, നീ ക്ഷമിക്കണം. അള്ളാഹുവിന്റെ സഹായം അടുത്തു തന്നെ ഉണ്ട്. ആ സഹായത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ട് നീ ജീവിക്കണം. ഇസ്ലാമിന്റെ ക്വാളിറ്റി പോളിസിയിലുള്ള ഏറ്റവും 2 ഗുണങ്ങൾ ഇത് തന്നെയാണ്. ദേഷ്യം വേണ്ട, ആങ്സൈറ്റി, വിഭ്രാന്തി വേണ്ട, ഒന്നും തന്നെ വേണ്ട. ക്ഷമ മതിയാകുന്നതാണ്. അള്ളാഹുവിന്റെ സഹായം തൊട്ടടുത്ത് വന്നിരിക്കും. കാരണം അള്ളാഹു നമ്മളെ വിജയിച്ചവരുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തിയത് എന്ന് മനസ്സിലാക്കുക. മൂസാ നബി അലൈഹി ഇസ്ലാം, ഈസാ നബി അലൈഹി ഇസ്ലാം, ആദം നബി അലൈഹി ഇസ്ലാം ഒക്കെ ആഗ്രഹിച്ചു കൊതിച്ചിരുന്നു, അള്ളാഹുവേ, ഞാൻ ഏറ്റവും അവസാനം വരാനിരിക്കുന്ന പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തായി ജനിച്ചിരുന്നുവെങ്കിൽ.
പ്രവാചകന്മാർ കൊതിച്ചിരുന്ന പദവിയാണ് അള്ളാഹു നമുക്ക് നൽകിയത്. പിഴപ്പിക്കാനല്ല, തെറ്റായി പരാജയപ്പെട്ടു പോകാനല്ല. ദ ഹയസ്റ്റ് ഡെസിഗ്നേഷൻ ഓൺ എർത്ത്. അതൊരു IFS അല്ല, അതൊരു IPS അല്ല, അതൊരു മിനിസ്റ്റർ അല്ല, അതൊരു പ്രസിഡന്റ് അല്ല, അത് പ്രവാചകന്റെ ഉമ്മത്ത് എന്ന ഡെസിഗ്നേഷൻ. ആ ഡെസിഗ്നേഷൻ അതിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തിയിട്ടെങ്കിൽ തീർച്ച ഏറ്റവും വലിയ വിജയിയാകാൻ തന്നെയാണ്. ഇനി നമ്മുടെ ഉത്തരവാദിത്തമാണ് കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് സ്വന്തം ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല വിഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയും താമസം വിന ഈ ഭൂമിയിൽ നിന്ന് യാത്രയാവുകയും ചെയ്യണം. ചുറ്റുപാടും ഭീകരമായ അന്തരീക്ഷങ്ങൾ ഉണ്ടാകുമ്പോൾ ഭയപ്പെടേണ്ട. എത്രയോ വർഷങ്ങൾക്ക് മുന്നേ അള്ളാഹുവിൻ്റെ തക്ദീറിലായിക്കൊണ്ടുള്ള കാര്യങ്ങൾ മാത്രമേ സംഭവിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതെല്ലാം. ആശങ്കകൾ വേണ്ട, ദുആകൾ മാത്രം മതി. ഏറ്റവും നല്ല സംരക്ഷണത്തിനായി, ഏറ്റവും നല്ല ഹിഫ്ളിനായി നമ്മളുടെ അടുക്കലുള്ള ദുആയും അതനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളുമാണ് വേണ്ടത്. ആയതിനാൽ നമുക്ക് ഓരോരുത്തർക്കും ആദ്യം നമ്മളെ നമുക്ക് തിരിച്ചറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ എന്നെയും നിങ്ങളെയും മനുഷ്യരായി ജനിപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഭൂമിയിൽ എത്ര സ്പീഷീസ് ഉണ്ടെന്നറിയോ? 3000 കോടി സ്പീഷീസ് ആണുള്ളത്. അതിൽ അരിസ്റ്റോട്ടിലിനെ പോലെയുള്ളവർ താഴെ എഴുതിയിട്ടുണ്ട്, yet to find millions. ഇനിയും മില്യൺ ഓഫ് സ്പീഷീസുകൾ കണ്ടുപിടിക്കാനുണ്ട്. ആധുനിക വൈദ്യശാസ്ത്രം 3000 കോടി സ്പീഷീസ് ഉണ്ടെന്ന് പറയുന്നു. അതിൽ ഒരു സ്പീഷീസാണ് മനുഷ്യർ. ഒരൊറ്റ സ്പീഷീസാണ് മനുഷ്യർ. 100 ടൺ ഭക്ഷണം വേണ്ടി വരുന്ന നീല തിമിംഗലങ്ങൾ കടലിലുണ്ട്. നമുക്കറിയാവുന്നതുപോലെ മുൻകാലങ്ങളിൽ ഒരു കാടിനെ ഒറ്റ പകല് കൊണ്ട് തിന്നു തീർക്കുന്ന ഡിനോസറുകളുണ്ട്. ഒരൊറ്റ വീശലിൽ ഭൂമിയെ മുഴുവൻ നശിപ്പിച്ചു കളയാവുന്ന ചുഴലിക്കാറ്റുകളുണ്ട്. പക്ഷേ ഈ ഒരൊറ്റ സൃഷ്ടിയെയും സൃഷ്ടിച്ചതിന് ശേഷം അള്ളാഹു പറഞ്ഞിട്ടില്ല ഞാൻ ആ സൃഷ്ടിയെ ആദരിച്ചിട്ടുണ്ട്. ഇല്ല, പറഞ്ഞിട്ടില്ല. പക്ഷെ മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം അള്ളാഹു പറഞ്ഞു, വലഖദ് കർറംനാ ബനി ആദം. ആദം സന്തതികളെ ഞാൻ സല്യൂട്ട് ചെയ്തിരിക്കുന്നു, ആദരിച്ചിരിക്കുന്നു. ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രത്യേകതകൾ മനസ്സിലാക്കാം. ഭൂമിയിൽ അള്ളാഹു നമ്മളെ മനുഷ്യരായി പിറവി തന്നു, പ്രവാചകന്റെ ഉമ്മത്തായി തന്നു. അള്ളാഹു നമുക്ക് മക്കളെ എന്ന ഏറ്റവും വലിയ ഭാഗ്യത്തിന് നമുക്ക് തന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ നഅ്മത്തുകൾക്ക് നമുക്ക് നന്ദിയുള്ളവരാകാം. നമ്മുടെ കുടുംബങ്ങൾ ഈ പറയപ്പെട്ട 3 കാര്യങ്ങൾ, ഒന്ന് നമുക്കൊരു ഫാമിലി ഗോൾ, ഒരു ഫാമിലി വിഷൻ നമ്മൾ സെറ്റ് ചെയ്യണം. എൻ്റെ കുടുംബത്തിൽ നിന്ന് എത്ര സിവിൽ സർവീസ് ഓഫീസേഴ്സ്, എൻ്റെ കുടുംബത്തിൽ നിന്ന് എത്ര ഡോക്ടേഴ്സ്, എൻ്റെ കുടുംബത്തിൽ നിന്ന് എത്ര എൻജിനീയേഴ്സ്. ഈ ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം, തീർച്ചയായും. രണ്ടാമതായിക്കൊണ്ട് നമുക്ക് നമ്മുടെ കുടുംബത്തിൽ ഒരേ ഒരു പോളിസി. എല്ലാ വെള്ളിയാഴ്ചയും ഇമാം മെമ്പറിൽ നിന്ന് പറയുന്ന ഒരു സെന്റൻസ് നമ്മൾ കേൾക്കാറുണ്ട്, വഖൂലു ഖൗലൻ സദീദ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും. വഖൂലു ഖൗലൻ സദീദ, സദ്ദത എന്ന വാക്കിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളൊരർത്ഥം കൂടെ. പരസ്പരം സംസാരിക്കുമ്പോൾ എപ്പോഴും ഓർക്കണേ, ഇസ്സത്തിനെ പ്രൊട്ടക്ട് ചെയ്ത് വേണം സംസാരിക്കാൻ. ഒരു മുസൽമാന്റെ ഇസ്സത്ത് കഅബയേക്കാൾ പവിത്രതയുണ്ട് എന്ന് പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ ഒരു മുസൽമാന്റെ ഇസ്സത്തിന് കോട്ടം വരുത്തുന്ന ഒരൊറ്റ സംസാരങ്ങളും നമ്മുടെ കുടുംബത്തിൽ വരാൻ പാടില്ല, നമ്മുടെ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനിൽ വരാൻ പാടില്ല, നമ്മുടെ ഫ്രണ്ട്സിന്റെ ഗ്യാങ്ങിൻ്റെ ഇടയിൽ വരാൻ പാടില്ല. നമ്മുടെ സംസാരങ്ങളെ നമുക്ക് മാറ്റിയെടുക്കാം, സംസ്കാരങ്ങളെ നമുക്കൊന്ന് റിജുവിനേറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. ക്വാളിറ്റി പോളിസി എന്ന രീതിയിൽ 2 സ്വഭാവങ്ങൾ നമുക്കൊന്ന് കൊണ്ടുവരണം. വസ്ബിർ വഹ്തസിബ്, ക്ഷമയും അള്ളാഹുവിൻ്റെ സഹായം അടുത്ത് തന്നെ ഉണ്ട് എന്ന് തോന്നൽ. മക്കൾ ഓടി വരും, ചിലപ്പം പ്രായപൂർത്തിയായ മക്കളായിരിക്കും, 40-40 വയസ്സെത്തിയ മക്കളായിരിക്കും. ആ മക്കൾ ചിലപ്പോൾ ഇങ്ങനെ ഓടി വരും, എന്നിട്ട് ഇങ്ങനെ അടുത്തിരുന്നിട്ട് പറയും, അപ്സി ബിസിനസ് ആകെ ഡള്ളാണ്, ബിസിനസ് അങ്ങനെ ഉദ്ദേശിച്ച പോലെ വരുന്നില്ല. ചിലപ്പോൾ ഓടി വന്നിട്ട് ഉമ്മാടെ മടിയിലായിരിക്കും കിടക്കുന്നത്, അമ്മച്ചി ജോലി ആകെ പ്രശ്നത്തിലാണ്, എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എനിക്കറിയില്ല. ആശങ്കയോടുകൂടി അവർ ഓടി വരും. സാധാരണ ഒരു മലയാളി എന്ന പോലെ നമ്മളും അവരോടൊപ്പം നെഞ്ചത്തടിച്ച് കരയല്ലേ, എൻ്റെ മോൻ എന്ത് പറ്റി എന്ന ആശങ്കയോടുകൂടി ചോദിക്കല്ലേ. മറിച്ച് അവരൊന്ന് അടുത്തിരുത്ത്, അവരൊന്ന് ഇങ്ങനെ തോളോടൊന്നും ചേർക്കില്ല, അവരുടെ തലയൊന്ന് തലോടി, എന്നിട്ട് പറയും, വഹ്തസിബ്, അള്ളാഹുവിൻ്റെ സഹായം നിന്റെ അടുക്കലുണ്ട്. നിനക്ക് ഞാനൊരു സ്ഥലം പരിചയപ്പെടുത്തി തരാം, ദുനിയാവിൽ നിനക്കത് മാത്രം മതിയാകുന്നതാണ്. അത് അള്ളാഹുവിൻ്റെ സുജൂദിൻ്റെ സ്ഥലമാണ്. എൻ്റെ പൊന്നുമോനെ രാവിലെ എണീക്കണം, എന്നിട്ട് ആ സുജൂദിലായിക്കൊണ്ട് നീ കരയണം,
ഇൻഷാ അല്ലാഹ് എൻ്റെ അടുക്കൽ എൻ്റെ റബ്ബ് നിനക്കായി തന്ന ഒരു സമ്മാനമുണ്ട്. ഓരോ ആപ്പയ്ക്കും ഓരോ ഉമ്മയ്ക്കും സ്വന്തം മക്കൾക്കായി അള്ളാഹു തന്നൊരു സമ്മാനമുണ്ട്. എന്താണ് ആ സമ്മാനം എന്നറിയോ? മക്കൾക്ക് വേണ്ടി ചെയ്താൽ സ്വീകരിക്കപ്പെടുന്നൊരു ദുആ. അതിൻ്റെ വക്താക്കളാണ് നമ്മൾ. നേരെ നമ്മൾ കൈനീട്ടണം, പടച്ചോനെ എൻ്റെ മോനെ നീക്കാക്കണം. തീർച്ച ആ ദുആക്കൾക്ക് ഉത്തരവുണ്ടാകും. ആയതുകൊണ്ട് പ്രതീക്ഷ എന്ന ഏറ്റവും വലിയ ഫാക്ടറിൽ മക്കളെ വളർത്തണം. അവരിൽ ക്ഷമ എന്ന ക്വാളിറ്റി നമ്മൾ ഇൻകൾക്കേറ്റ് ചെയ്യണം. ആ ക്ഷമയുള്ളവരായി തീരുമ്പോഴാണ് അള്ളാഹു സമീപസ്ഥനാണ്. അള്ളാഹു ആരുടെ കൂടെയാണ് എന്നുള്ളത് ഖുർആൻ പറയുന്നുണ്ട്. ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു മഅസ്സാബിരീൻ, ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്. ആയതുകൊണ്ട് ഈ പുണ്യമാക്കപ്പെട്ട റമദാനിൽ നമ്മൾ ഓരോരുത്തരും ഈ 37 ഡിഗ്രി ചൂടിൽ വിശപ്പും ദാഹവും സഹിച്ചിരിക്കുമ്പോൾ നമ്മുടെ സ്വഭാവങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ടോ, നമ്മുടെ സ്വഭാവങ്ങൾ ഏറ്റവും നന്നായിട്ടുണ്ടോ എന്ന ഒരു ചിന്ത നമുക്ക് ഓരോരുത്തർക്കും നോക്കാം. അല്ലയോ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവസാനമായ ഒരു ചിന്തയോടുകൂടി ഈ വിനീതം നിർത്തുന്നു. താമസം വിന നമുക്ക് ഈ ഭൂമി വിട്ടു പോകേണ്ടതായിട്ടുണ്ട്. അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും ദീർഘായുസ്സുള്ള ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും പതിറ്റാണ്ടുകൾ ജീവിക്കുവാനും റമദാനിനെ സ്വാഗതം ചെയ്യാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് തരട്ടെ. പക്ഷേ നമുക്കൊരു ചിന്ത വേണം. ഈ ഉടുപ്പ് ഇത് ഞാനാണ് ഇട്ടത്, ഇതിൻ്റെ ബട്ടൺസ് ഇത് ഞാനാണ് ഇട്ടത്. ഇതുപോലെ നിങ്ങളും ഈ ഉടുപ്പ് നിങ്ങളാണ് ധരിച്ചിരിക്കുന്നത്, ഈ ബട്ടൺസ് നിങ്ങളാണ് ഇട്ടത്. പക്ഷേ ഒരു ചിന്ത നമുക്ക് വേണം, ഇത് നമ്മൾ തന്നെ ഊരുമെന്ന് ഉറപ്പുണ്ടാകും. ഇരിക്കുന്ന ആർക്കെങ്കിലും ഇട്ട ബട്ടൺസ് ഞാൻ തന്നെ ഊരും? ഇല്ല. നമുക്ക് നിശ്ചലമായി നമ്മൾ കിടന്നേക്കാം, ആരോ വന്നേക്കാം, ഉടുപ്പുകൾ മാറ്റിയേക്കാം, കുളിപ്പിച്ചേക്കാം, പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയേക്കാം. ആ ഒരു നാൾ വരുന്നതിന് മുന്നേ നമ്മുടെ കുടുംബങ്ങളെ നമുക്കൊന്ന് യോജിപ്പിക്കണം. ആ കുടുംബങ്ങളെ ശാക്തീകരിക്കണം. ആ കുടുംബത്തിൽ അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ഏറ്റവും നല്ല ചിന്തകൾ വരണം. അള്ളാഹു സുബ്ഹാനഹു വ തആല എഡ്യൂക്കേഷൻ എന്ന നൂറിലൂടെ നമ്മുടെ മക്കളെ നമ്മളെ വളർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത തലമുറ അത് ഏറ്റവും മികച്ച വിദ്യാഭ്യാസ യോഗ്യത തേടുകയും ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സിലേക്ക് പോവുകയും ഇന്ത്യയുടെ അഭിമാനമാകുന്ന പൊസിഷനുകളിൽ ആ മക്കൾ എത്തിത്തീരാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും കഴിവ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ ആനന്ദത്തിൻ്റെ കൺകുളിർമയുള്ള മക്കളാക്കി മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് ഈ സമയം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമ്മളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഈ ജമാഅത്തിൻ്റെ ഭാരവാഹികൾ ആരിഫ് സർ, സബീബ് സർ അടക്കമുള്ള എല്ലാവരും ഒരു വലിയ ബാക്ക് ബോണാണ് ഇതിൻ്റെ പിറകിലുള്ളത്. ഓരോ ദിവസവും ആൾക്കാരെ ചാർട്ട് ചെയ്യണം. അത് റമദാനിന് എത്രയോ ദിവസങ്ങൾക്ക് മുന്നേ ചാർട്ട് ചെയ്യപ്പെട്ടു. അതിൻ്റെ തലേ ദിവസം വിളിച്ച് ഓർമ്മിപ്പിക്കണം, അന്ന് വിളിക്കണം, ഇവിടെ വരുന്നത് വരെ ഫോളോ അപ്പ് ചെയ്യണം. ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ അധ്വാനമുണ്ട്. നിങ്ങൾക്കായി ഓരോ ദുഹറിന് ശേഷം എത്തുന്ന ആൾക്കാർ ഒരു വലിയ എഫേർട്ടിന് ശേഷമാണ് എത്തുന്നത്. ആയതുകൊണ്ട് നോമ്പുകൾ തുറക്കപ്പെടുന്ന, ദുആക്കൾ സ്വീകരിക്കപ്പെടുന്ന സമയത്ത് ഈ പാളയം പള്ളിയുടെ എല്ലാ ഭാരവാഹികളും എല്ലാവർക്കും വേണ്ടി നിങ്ങൾ പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മിക്കപ്പെടുന്നു. അള്ളാഹു അവർക്ക് പകരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും കുടുംബത്തിനെയും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മസ്ജിദുമായി ബന്ധപ്പെടുത്തുന്ന എല്ലാവരും അള്ളാഹു പ്രത്യേക നോട്ടം കിട്ടിയവരാണ്. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മയും പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഇരുന്ന സമയം ഒരു വലിയ ജാരിയായ സദഖയായി അള്ളാഹു സ്വീകരിക്കുകയും കുടുംബത്തിൽ ചെന്ന് ഒരു നിമിഷമെങ്കിലും എൻ്റെ കുടുംബം അടുത്ത 50 വർഷം എങ്ങനെയായിരിക്കണമെന്നുള്ള ഒരു ചിന്തയിൽ നമ്മുടെ കുടുംബങ്ങളെ വാർത്തെടുക്കാൻ കുറച്ച് സമയങ്ങളെ മാറ്റിവെക്കാൻ അള്ളാഹു അവൻ്റെ നസറിനാൽ, നൂറിനാൽ, റഹ്മത്തിനാൽ, ബറക്കത്തിനാൽ നമുക്ക് ഓരോരുത്തർക്കും കഴിവ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു നിർത്തുന്നു. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.